കിഴക്കൻ മേഖലയിൽ പാൻ മസാല വ്യാപാരം വ്യാപകമാവുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് കേരളത്തിൽ പാൻ മസാലകൾ നിരോധിച്ച സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന പാൻ മസാലകളാണ് കിഴക്കൻ മേഖലയിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിൽ പാൻ മസാല വ്യാപാരം വ്യാപകമാണ്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വെള്ളിയാഴ്ച പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഗണേഷ് സ്റ്റോഴ്സിൽ നിന്ന് 10,000-ൽ പരം രൂപ വില വരുന്ന പാൻ മസാലകൾ പുനലൂർ SI KS ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പെട്ടിക്കട നടത്തുന്ന കാഞ്ഞിരമല ഷീജ ഭവനിൽ ശിവൻകുട്ടിയുടെ കടയിൽ നിന്ന് 5,000 രൂപയുടെ പാൻ മസാലയും പിടികൂടി. തമിഴ്നാട്ടിൽ നിന്ന് 3 രൂപ മുതൽ 5 രൂപ വരെ വില നൽകി വാങ്ങുന്ന പാൻ മസാലകൾ 20 മുതൽ 30 രൂപ വരെ ഈടാക്കിയാണ് കേരളത്തിൽ വിറ്റഴിക്കുന്നത്. ഉപഭോക്താക്കൾ സ്ഥിരക്കാരായിരിക്കണമെന്ന് മാത്രം. ആഡംബര കാറുകളിലും KSRTC ബസ്സുകളിലുമാണ് പാൻ മസാലകൾ അതിർത്തി കടത്തുന്നത്. ബസ്സിൽ പലതവണ പോലീസ് പരിശോധന നടത്തി പാൻ മസാല പിടികൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം കേസുകളിൽ പ്രതികളെ പിടികൂടാൻ കഴിയില്ല. പോലീസ് വ്യാപാരശാലകളിൽ റെയ്ഡിനിറങ്ങുമ്പോൾ പോലീസിൽ തന്നെയുള്ള ചിലർ വ്യാപാരികൾക്ക് വിവരം നൽകി രക്ഷപ്പെടുത്തുന്ന പ്രവണതയുമുണ്ട്. ശനിയാഴ്ച ജില്ലയിൽ മൊത്ത വ്യാപാരത്തിനായി കൊണ്ടുവന്ന 4 ലക്ഷം രൂപയുടെ പാൻ മസാല കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ RPF ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത.